ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാ. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ജലജ ബാങ്കിൽ വന്നിരുന്നോ? വന്നിരുന്നല്ലോ, കുറച്ചു ദിവസം മുമ്പ് വന്നിരുന്നു. 15-ാം തീയതിക്ക് മുമ്പാണോ വന്നത്? അതെ. എന്തിനാ വന്നേ? പതിവ് പോലെ ലോക്കറിൽ എന്തോ വെക്കാനാണെന്നാ പറഞ്ഞത്. ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ട് ആണല്ലോ. പിന്നെ ജലജ മാത്രം വന്നപ്പോ എന്തിനാ ലോക്കർ തുറക്കാൻ അനുവദിച്ചത്? അയ്യോ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമറാ. അപ്പോൾ പിന്നെ സാറിൻ്റെ ഭാര്യ വന്ന് ലോക്കർ തുറക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പിന്നെ ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിലും ആരെങ്കിലും ഒരാൾ വന്നാൽ ലോക്കർ തുറക്കാൻ പറ്റും. അത് ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടാളെയും പരിചയമുള്ളത് കൊണ്ടാണ്. എന്താ സാറേ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ജലജ ഇവിടെ വന്നോന്നറിയാൻ വേണ്ടിയാ ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞത്. അന്ന് ഓർണമെന്റ്സ് വെക്കാനാണല്ലോ വന്നത്. ലോക്കറിൽ കയറിയ ശേഷം മേഡം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് ഓർണമെന്റ്സ് വെച്ചെന്നാ പറഞ്ഞത്. ബാങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് കൃത്യമായ ഡേറ്റ് വേണമെങ്കിൽ പറയാം. വേണ്ട, എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. താങ്ക്സ്. ജലജേ, നീ ആ ജർമ്മൻ സ്വർണ്ണ എടുത്തില്ലെന്നല്ലേ പറഞ്ഞത്? അതെ. നിന്റെ ബാങ്ക് ലോക്കറിൽ അത് ഇല്ലല്ലോ. ഇല്ല. നിങ്ങൾ എന്തിനാ എന്നെ തള്ളിയത്? ഞാൻ ബാങ്ക് മാനേജറെ കണ്ടിട്ടാ വരുന്നത്. ആ സ്വർണം ഷെൽഫിൽ വെച്ചെന്റെ പിറ്റേ ദിവസം നീ ബാങ്കിൽ പോയിട്ടുണ്ട്. ബാങ്ക് ലോക്കർ തുറന്നിട്ടുണ്ട്. അയ്യോ, അത് അവിടെ വെച്ചിരുന്ന കുറച്ച് സ്വർണ്ണം എടുക്കാൻ പോയതാ. എങ്കിലിപ്പോ നീ എന്റെ കൂടെ വരണം ബാങ്കിലേക്ക്. നീ ബാങ്ക് ലോക്കർ തുറക്കണം. അതിനകത്ത് ജർമ്മൻ സ്വർണം ഉണ്ടോന്ന് എനിക്കറിയണം. അത് പിന്നെ ഒന്നും പറയണ്ട, ഇപ്പൊ ഇറങ്ങണം. ഇനി ഒരു നിമിഷം നിനക്ക് സാവകാശം തന്നാ നീ അവിടെ പോയി ലോക്കറിൽ നിന്ന് അതെടുത്ത് മാറ്റും. വേഷം മാറാ പോലും നിൽക്കണ്ട, ഇറങ്ങണം എന്റെ കൂടെ. വാ നാഗേട്ട. അത് പിന്നെ എന്തിനാ ആ സ്വർണം കൊണ്ടുവന്ന് എന്നെ കാണിച്ചത്? ആ ഷെൽഫിൽ വെച്ച് എന്തിനാ? അങ്ങനെ ഒരു നെക്ലസ് കണ്ട ഏത് സ്ത്രീ അത് വേണമെന്ന് ആഗ്രഹിക്കും. അന്ന് തന്നെ ഞാനത് പറഞ്ഞല്ലേ. നിനക്ക് സ്വർണത്തോട് അത്യാഗ്രഹം കൂടുതലാണ്. അതറിയാലോ, പിന്നെ എന്തിനാ എന്നെ അത് കൊണ്ടുവന്ന് കാണിച്ചത്? അപ്പോ നീ അത് എടുത്തു മാറ്റിയല്ലേ? എന്നിട്ട് എങ്ങനെയാടി അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നീ പകരം വെച്ചത്? അത് പിന്നെ നമ്മുടെ ജ്വല്ലറിയിലെ പഴയൊരു സ്വർണ്ണപ്പണിക്കാരനില്ലേ, ദേവരാജൻ അങ്കിൾ, അയാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതുപോലൊരെണ്ണം പണിയിപ്പിച്ചെടുത്തു. മാറ്റു കുറഞ്ഞ സ്വർണവും കല്ലുകളും ഒക്കെ വെച്ചിട്ട്. ഇത് നിന്റെ അച്ഛനോട് പറയണം. അദ്ദേഹം ഇതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്തു. എന്നോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചതാ ഈ മരുമോനെ. അതാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഞാനിത് പറഞ്ഞ അച്ഛനും അമ്മയും എന്നെ തല്ലും. എന്നെ ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് വരും. അറിയല്ലോ, ഞാനൊരു ദത്തുപുത്രിയാ. അങ്ങനെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയൊന്നുമില്ല, നിന്നെ ശിക്ഷിക്കുമായിരിക്കും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. എന്നെ രക്ഷിക്കണം നാഗേട്ട. എങ്ങനെ? തൽക്കാലമേ എന്റെ സ്വർണത്തോടുള്ള ഇഷ്ടം കാരണം നാഗേട്ടൻ അത് ബാങ്ക് ലോക്കറിൽ വെച്ചു എന്ന് പറയണം.
വീണ്ടും വീണ്ടും ഞാൻ കള്ളനാകണമല്ലേ? തെറ്റ് സമ്മതിക്കണമല്ലേ? നാഗേട്ടൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. എല്ലാവരോടും സമാധാനം പറയാനായിട്ട് ഞാൻ ജീവനോട് ഉണ്ടാവില്ല. ഇനി നാഗേട്ടൻ തീരുമാനിക്കേ, ഏട്ടന്റെ കുട്ടികളുടെ അമ്മയെ വേണോ അതോ നാഗേട്ടന് നഷ്ടപ്പെട്ട അഭിമാനം തിരികെ വേണോന്ന്. നീ എന്താ ജലജ ഇങ്ങനെ ആയിപ്പോയത്? നിനക്കെന്താ സാമാന്യ ബുദ്ധി ഇല്ലാതായി പോയത്? ഏത് സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് പണിയിപ്പിച്ചാലും അത് വാങ്ങിക്കൊണ്ടുവന്ന ആൾക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാവില്ലേ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്? ഞാൻ കരുതിയില്ല ആ നെക്ലേസ് വിൽക്കൂന്ന്. അതൊരു പ്രദർശന വസ്തുവായിട്ട് ജ്വല്ലറി വെക്കുന്ന ഞാൻ കരുതിയത്. ആ സ്വർണത്തിനൊരു മോഹവില പറഞ്ഞാണ് ഒരു അമേരിക്കൻ മലയാളി അത് വാങ്ങിയത്. അതുകൊണ്ട് മാത്രമാ ആ നെക്ലേസ് കൊടുത്തത്. ഓ, അതെന്റെ ഭാഗ്യദോഷം. അങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും ശരി നീ എന്റെ കൂടെ നിൽക്കണം. ആ, എന്നെ തള്ളിപ്പറയരുത്. അതൊരിക്കലും ഇല്ല നാഗേട്ട. ഇങ്ങനൊരു റിസ്ക് നാഗേട്ടൻ എനിക്ക് വേണ്ടി എടുത്താ പിന്നെ നാഗേട്ടന്റെ അടിമയാ ഞാൻ. ഈ കാഴ്ചവിട്ട് ഞാൻ കിടന്നോളാം. നിന്നെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഇനി നീ എന്നെ ചതിക്കില്ലെന്ന് കരുതുക. ശരി, ഞാൻ വേണ്ടത് ചെയ്തോളാം. അങ്കിളെ, എന്താണ് ആ ഒറിജിനൽ നെക്ലസ് എവിടെ പോയിന്ന് കണ്ടെത്തിയോ? അല്ലെങ്കിൽ അതെങ്ങനെയാ നഷ്ടപ്പെട്ടതെന്ന് അറിയാൻ പറ്റിയോ? ഞാൻ മനസ്സിലാക്കിയ നാഗേന്ദ്രൻ പണത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. നിനക്ക് ചതി പറ്റിയത് എവിടെയാന്ന് എനിക്കറിയണം. അത് പിന്നെ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ സ്വർണവും പണമൊന്നും ഞാൻ കൊതിച്ചിട്ടില്ല. എന്നാൽ അപൂർവങ്ങളിൽ അത്യപൂർവമായ കളക്ഷനാണ് അങ്കിള് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നത്. അതെ, അത് കണ്ട് വസുന്ധരയ്ക്ക് പോലും അതിനോട് താല്പര്യം തോന്നിയിരുന്നു. ഞാനത് വസുന്ധരയ്ക്ക് സമ്മാനിക്കണമെന്ന് കരുതിയപ്പോഴാ അതിന്റെ ഒറിജിനൽ വിലയേക്കാൾ കൂടുതൽ പൈസ തന്ന് അതെടുക്കാൻ പൈസ തയ്യാറായത്. അങ്ങനെ അപൂർവങ്ങളിൽ അത്യപൂർവമായ നെക്ലസിന് എന്ത് സംഭവിച്ചു എന്നാണ് എന്റെ ചോദ്യം. എന്താ നീ ആലോചിക്കുന്നത്? നീ വ്യക്തമായ ധാരണയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. നിനക്കറിയാം ആ സ്വർണത്തിന് എന്താ സംഭവിച്ചതെന്ന്. അറിയാങ്കിളെ, എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്തബദ്ധം? അത് പിന്നെ ജലജയുടെ അമ്മയ്ക്കൊക്കെ ആ നെക്ലേസ് കണ്ട് ഇഷ്ടപ്പെട്ട പോലെ ജലജയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. അവളത് വേണമെന്ന് പറഞ്ഞു. അങ്കിളിനറിയാലോ, അവൾ എന്ത് പറഞ്ഞാലും ഞാനത് സാധിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പരിചയത്തിലുള്ളൊരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് അതുപോലൊരു നെക്ലേസ് പണിതെടുത്തു. എന്നിട്ടാണ് അതുകൊണ്ടുവന്ന് എക്സിബിഷൻ ഹാളിൽ വെച്ചത്. അങ്ങനെ വെക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ആ നെക്ലേസ് നമ്മൾ ആർക്കും കൊടുക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടത് മാറ്റിയത്. എന്നാൽ പയസാറ് വലിയ എമൗണ്ട് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ എൻ്റെ കണക്കൂട്ടൽ പിഴച്ചുപോയി. കൊള്ളാടാ, ഞാൻ വിശ്വസിച്ച എന്റെ മകളുടെ ഭർത്താവ് എന്നോടും വസുന്ധരയോടൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു കമ്പനിയുടെ അന്തസ്സ് കളയുന്ന പ്രവൃത്തിയാണ് നീ ചെയ്തത്. ഒരിക്കലും എന്നെ പോലെ ഒരാൾക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. നീ കള്ളനാണ്. മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷണം പോയാൽ അതിന് ഉത്തരവാദിയായവനെ മോഷ്ടാവെന്നാണ് ഞാൻ മുദ്ര കുത്തുന്നത്. എല്ലാവരും പിന്നെ അങ്ങനെ തന്നെയാ കാണുന്നത്.
നീയും അങ്ങനെ തന്നെ ഒരു മോഷ്ടാവാണ്. ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കണോ അല്ലേ? തെറ്റ് ചെയ്തവന് ഞാൻ എന്ത് ശിക്ഷ കൊടുക്കുന്നതെന്ന് നീ കണ്ടിട്ടുള്ളതാ, നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാ. അങ്ങനെയുള്ള എന്റെ മുഖത്ത് നോക്കി നീ ക്ഷമിക്കാൻ പറയാ അല്ലേ? ജലജയ്ക്ക് അത് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്. സ്ത്രീകൾക്ക് സ്വർണത്തോട് വലിയ ഇഷ്ടമാണ്, ആവേശമാണ്. പയസിന്റെ ഭാര്യ സ്റ്റെല്ലയ്ക്ക് ആ നെക്ലസ് വേണമെന്ന് പറഞ്ഞപ്പോ ആ നെക്ലസ് വിലമതിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കൊടുത്താണ് പയസ് ആ സ്വർണം സ്റ്റെല്ലയ്ക്ക് വാങ്ങിക്കൊടുത്തത്. അതാണ് സ്വർണത്തിനോടുള്ള പെണ്ണിന്റെ മനസ്സ്. അങ്ങനെയുള്ളപ്പോ അത്യാവശ്യം ആഗ്രഹവും അത്യാഗ്രഹവുമുള്ള നിന്റെ ഭാര്യ ആ നെക്ലസ് കാണുമ്പോ അത് വേണോന്നൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്റെ വസുന്ധര പോലും അത് ഇഷ്ടപ്പെട്ടിട്ട് അയാൾക്കത് വേണമെന്ന് തോന്നിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ജലജയുടെ കാര്യം പറയണമെന്നുണ്ടോ? അതിനാരും അറിയാതെ നീ കാണിച്ച പണിയുണ്ടല്ലോ, അത് പൂർക്കണോ വേണ്ടെന്ന് ഈ സ്ഥാപനത്തിലുള്ളവർ പറയട്ടെ. വാടാ. എല്ലാരും നോക്കി നിൽക്കേ, ഇവനെ ഞാൻ തല്ലാൻ പോവാ. ഇനി കാരണം ചോദിക്കാം, ഇവനെ ഞാൻ എന്തിനാ തല്ലിയെന്ന്. ഇവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവൻ ആ സ്വർണം എടുത്ത് മാറ്റിയത്. ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുക. നാഗേന്ദ്ര, സത്യമാണോ അച്ഛൻ പറഞ്ഞത്? ഞാൻ പിന്നെ കള്ളം പറയണോടാ? ജലജയ്ക്ക് സ്വർണത്തോട് ആർത്തിയാ. പക്ഷെ എന്തിനാ നാഗേന്ദ്ര നീ അവളുടെ വാക്ക് കേട്ടിട്ട് കമ്പനിയെ തകർക്കുന്ന പരിപാടി കാണിച്ചത്? നീയായിരുന്നു ഇതുവരെ ഞാൻ കഴിഞ്ഞാ പിന്നെ കമ്പനി നയിച്ചിരുന്നത്. ജയനും അജയനും ഉൾപ്പെടെ നിന്റെ കീഴിലായിരുന്നു. അങ്ങനെയുള്ള അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ പറയുക, ഇനി മേലിൽ എന്റെ സ്ഥാപനത്തിൽ നീ കയറിപ്പോകരുത്. അങ്ങനെയുള്ള അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ പറയുക, ഇനി മേലിൽ എന്റെ സ്ഥാപനത്തിൽ നീ കയറിപ്പോകരുത്. നിന്നിൽ നിന്നും അച്ഛൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ ഉണ്ടായത്. ഞങ്ങളെക്കാൾ വിശ്വാസമായിരുന്നു അച്ഛന് നിന്നെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഇതിന് അബദ്ധമെന്നാണ് പറയേണ്ടത്, അത്യാഗ്രഹമെന്നാ. ആ ജർമ്മൻ നെക്ലസിനെ പറ്റി വാതോരാതെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ നീ. എന്ന് മാത്രമല്ല, ഇവിടെ എക്സിബിഷൻ നടന്നപ്പോ നീ എന്തു വർണ്ണനയായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സ്വർണം നീ എടുത്തു മാറ്റിയത് എന്തിനാ? എന്നിട്ട് ജലജയുടെ പേര് പറയാണോ? അല്ലെങ്കിൽ തന്നെ ജലജയ്ക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഇവൻ കൊണ്ടുപോയി ബാങ്ക് ലോക്കറിൽ വെക്കേണ്ട കാര്യമുണ്ടോ? അമ്മ പോലും ആ നെക്ലസിനെ പറ്റി വാതോരാതെ സംസാരിച്ച, എന്നിട്ട് അച്ഛന് തോന്നിയില്ലോ ആ ഓർണമെന്റ്സ് അമ്മയ്ക്ക് കൊടുക്കാൻ? കേക്കടാ, ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. വസുന്ധര ആവശ്യപ്പെട്ടത് എന്തും ഞാൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതെന്റെ മക്കൾക്കറിയാം. എന്നിട്ട് പോലും ഞാനത് ചെയ്തില്ല. അത് മാത്രമാണോ? ഏട്ടത്തിയുടെയും ജാനകിയുടെയും ഒക്കെ കണ്ണ് തള്ളിയില്ലേ ആ ആഭരണം കണ്ടിട്ട്? എന്നിട്ട് ഞങ്ങൾക്കാർക്കും തോന്നാത്തത് ഇവനെങ്ങനെ തോന്നി? ഇവന്റെ സമയം മോശമായി തുടങ്ങി, അതുകൊണ്ടാണ് ഇവനങ്ങനെ തോന്നിയത്. ഇവന്റെ ഭാര്യ നിരപരാധിയാ. ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് സ്വർണത്തോട് അതിമോഹമുണ്ട് എന്ന് വെച്ച് അവർ ആവശ്യപ്പെടുന്ന സ്വർണം മിക്ക ആണുങ്ങൾക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് നീ എന്റെ ഭാര്യയുടെ മുന്നിൽ ആളാവാൻ ശ്രമിച്ചത്. അതെനിക്ക് പൊറുക്കാൻ പറ്റില്ലടാ. ഇനി മൂർത്തീസ് ജ്വല്ലറി നീ മറന്നേക്ക്. ആനന്ദപുരി തറവാടിനെയും. ഇറങ്ങടാ ഇവിടുന്ന്, എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങാൻ. ഒരിക്കൽ ചതിച്ചവനെ വിശ്വസിക്കരുതെന്നാണ് പ്രമാണം. അവനെ അടുപ്പിക്കാനും പാടില്ല, നമ്മുടെ കമ്പനിയിലും വീട്ടിലും.
സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയാ നാഗേന്ദ്രൻ സാർ കുറ്റം ഏറ്റെടുത്തത്. അല്ലാതെ അയാൾക്ക് സ്വർണത്തോടും പണത്തോടും ഒന്നും ആർത്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂർത്തി സാറിൻ്റെ കാര്യം അറിയാമല്ലോ. ഭാര്യയ്ക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്താലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെറ്റ് തന്നെ. എന്നു മാത്രമല്ല, നടന്ന സംഭവങ്ങളൊക്കെ മൂർത്തി സാറിനോട് പറഞ്ഞാൽ നാഗേന്ദ്രൻ മാത്രമല്ല ജലജയും കുടുങ്ങും. അതറിയാവുന്ന കൊണ്ടാ എല്ലാ കുറ്റവും നാഗേന്ദ്രൻ സാർ ഏറ്റെടുത്തത്. മുത്തശ്ശൻ സത്യം അറിയാത്തിടത്തോളം കാലം അയാൾക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല. അതുറപ്പല്ലേ. അന്നൊക്കെ മൂർത്തി സാറ് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ആളാ. തെറ്റ് ചെയ്യുന്നവരോട് ഒരു തവണ പോലും ക്ഷമിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. പിന്നെ ഇവിടെ ജലജയുടെ ഭർത്താവാ. മൂർത്തി സാറ് മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ച മരുമകനാ. അതുകൊണ്ട് എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. മുത്തശ്ശനെ മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുത്തശ്ശൻ എങ്ങനെ പ്രതികരിക്കുമെന്ന്. നാഗേന്ദ്രൻ സാറിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. നാഗേന്ദ്രൻ സാറിന്റെ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല അദ്ദേഹം. പിന്നീട് നാഗേന്ദ്രന്റെ ചിന്തകളെല്ലാം തകിടം മറിയുന്ന സംഭവങ്ങളാ അവിടെ നടന്നത്. മോനെ വാ. ഒരബദ്ധം പറ്റിപ്പോയി. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിച്ചൂടെ അങ്കിൾ? ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇറങ്ങി പോടാ, ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. നിന്നെ തല്ലി നോവിച്ചാ വിടേണ്ടത്. ഇനി ഇവിടെ നിന്നാ നിനക്ക് നേരെ നടന്നു പോകാൻ പറ്റില്ല. മുടന്തിയെ നീ പോകത്തുള്ളൂ. നിന്റെ മുട്ടുകാലി ഞങ്ങൾ തല്ലി ഓടിക്കും. പോടാ. അത് പിന്നെ ഈ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ നാഗേട്ടനോടൊപ്പം വന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം കഷ്ടത്തിലാവില്ലേ? നീ പുറപ്പെടാൻ വേണ്ടിയല്ലേ എന്നോടൊപ്പം വന്നത്? എനിക്ക് ജീവിക്കണം. നാഗേട്ടൻ ചെയ്ത തെറ്റിന് ഞാനും എന്റെ കുട്ടികൾ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നത്? എന്തൊക്കെയാ ജലജ നീ പറയുന്നത്? ഞാൻ ഈ പിള്ളേരെയും കൂട്ടി എങ്ങോട്ടുമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം. അതിന്റെ പിന്നാലെ ഞങ്ങൾ വരേണ്ട കാര്യം എന്താ? അപ്പൊ നിനക്ക് വെറും ബുദ്ധിയല്ല, അതിബുദ്ധിയാ. അങ്കിളെ, എനിക്ക് ചിലത് പറയാനുണ്ട്. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. നിന്റെ ഭാര്യയും മക്കളും നിനക്കൊപ്പം വരാൻ തയ്യാറല്ലെങ്കിൽ നീ തനിച്ചു പോണം. പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? സ്വർണത്തിൽ മായം കലർത്തി അച്ഛനെ ഈ കുടുംബത്തെ നാണം കെടുത്തി. ഇനി അയാൾ സ്വയം ന്യായീകരിക്കാൻ നിൽക്കുക. പൊയ്ക്കൂടോ തനിക്ക്. ഇറങ്ങി പോടാ. എന്റെ മനസ്സിനെ സ്വാധീനിച്ച, എനിക്കിഷ്ടപ്പെട്ട, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടി വേറെ ആരുമല്ല, അത് നന്ദുവാ.
ഒരു കാരണവശാലും നവീനെ നമ്മൾ കൈവിട്ട് കളയരുത്. അത്രയ്ക്ക് നന്ദമോളും നവീനും തമ്മിൽ ചേർച്ചയുണ്ട്.